ഇപ്പം എനിക്കൊപ്പം രണ്ട് സുന്ദരി കുട്ടികൾ എത്തിയിട്ടുണ്ട്. ദീപ്തയും തീർത്ഥയും രണ്ടുപേരും ഇരുത്തിരിക്കുന്നതിന് കാരണങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ മത്സരാർത്ഥി എന്ന് പറഞ്ഞത് തീർത്ഥ അല്ല, ദീപ്തയാണ്. മോൾ ഏത് സ്കൂളിൽ നിന്നാ? കോഴിക്കോട് സിൽവർ ഹിൽസ്. ഓക്കെ, സിൽവർ ഹിൽസ് എന്ന് വരികയാണ്. അപ്പോൾ ആദ്യത്തെ പെർഫോമൻസ് ആണോ? അല്ല, കൊല്ലത്തുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് സ്റ്റേറ്റ് കലോത്സവം ഉള്ളപ്പോൾ മുതൽ 3 കൊല്ലമായിട്ട്. ഓക്കെ, അടിപൊളി. ശരി, അപ്പോൾ ഇനി നമ്മൾ എന്തിനാണ് ദീപ്തയെ വേദിയിൽ ഇരുത്തിയെന്ന് പറയാം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദീപ്തയുടെ കുത്തകയായിരുന്നു ഈ വയലിൻ അല്ലേ? ഇപ്പോൾ അത് തീർത്ഥയിലേക്ക് മാറി. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അനിയത്തിക്കൊപ്പം ഈ കലോത്സവ വേദിയിൽ വരുമ്പോൾ എന്താണ് തീർത്ഥയുടെ ഒരു ഫീൽ, അല്ല ദീപ്തയുടെ ഫീൽ എന്താണ്? ഞാൻ 8th പഠിക്കുമ്പോൾ മുതൽ തന്നെ വരുന്നുണ്ട്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇപ്പോൾ 8 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കലോത്സവത്തിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ടേക്ക് എത്തുമ്പം എന്താ ആ ഒരു നൊസ്റ്റാൾജിയും പഴയ കാലത്തെ ഓർമ്മകളും ആ സ്കൂളിലുണ്ടായിരുന്ന സംഭവങ്ങളും. 2016 കലോത്സവത്തിന് ഇവിടെ ഉണ്ടായിരുന്നോ? ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇല്ല, ട്രിവാൻഡ്രത്ത് എനിക്ക് കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് കറക്റ്റ് ഞാൻ 8th പഠിക്കുമ്പോൾ മുതൽ കലോത്സവത്തിന് വരുന്നുണ്ട്. ശരി. അപ്പോൾ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പുതിയ കോമ്പോസിഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ? അയ്യോ, ഞാൻ മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല. ഹോസ്റ്റലാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ തലയിൽ കയറുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകളൊക്കെ അങ്ങ് മരവിപ്പിക്കുന്നത് കേട്ടോ, അങ്ങനെയാണോ? നമ്മൾ കല എന്ന് പറയുന്നത് എപ്പോഴും ഹൃദയത്തിന്റെ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം ഇതിന്റെയൊക്കെ സ്ട്രെസ്സും കോഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി ആകെപ്പാട് അതിലങ്ങ് ഇൻവോൾവ് ആയിട്ട് ക്ലിയർ ആവുകയാണ്. ഓക്കെ, ശരി മോളെ, അപ്പൊ നമുക്കൊരു പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ, തുടങ്ങാം. ഓക്കെ, അടിപൊളി, നല്ലതായിരുന്നു. നമുക്ക് വേറൊരു പാട്ട് കൂടി നോക്കിയാലോ? ഒരു വെസ്റ്റേൺ പിടിച്ചാലോ? ഓക്കെ, ഒരു വെസ്റ്റേൺ പീസ് വായിക്കാം. സൂപ്പർ. ചേച്ചി കൂടെ നോക്കുന്നോ? നമുക്കൊരു പെർഫോമൻസ് ആയാലോ? പാട്ട് പാടാം. ഓക്കെ, അടിപൊളി. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ ഇന്നിതാ. അടിപൊളി കേട്ടോ, സൂപ്പർ. അപ്പോൾ രണ്ടുപേരും പാക്ഡ് ആണ് അല്ലേ? വീട്ടിലപ്പോ
നിങ്ങളൊരു സംഗീത കുടുംബമാണോ? അച്ഛനും അമ്മയൊക്കെ അച്ഛനും ഗിറ്റാറൊക്കെ വായിക്കും, ആർട്ടിസ്റ്റ് ആണ്, okay. ചിത്രമൊക്കെ വരയ്ക്കും. അമ്മയാണെങ്കിലും പണ്ട് സ്കൂൾ കലോത്സവത്തിലൊക്കെ കഥാപ്രസംഗമൊക്കെ പറയാറുണ്ട്. അപ്പൊ അമ്മേന്റെ നാട്ടില് അമ്മ ഇങ്ങനെ കഥാപ്രസംഗം പറയുന്ന കേട്ടിട്ടാണ് എല്ലാവരും അവിടെ എണീക്കാറെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ മുഴുവൻ ഒരു കലാകുടുംബമാണ്. ഞങ്ങൾ മൊത്തത്തിൽ കലക്കി, ഞങ്ങളെ വീടിന്റെ പേര് വെച്ചേക്കുന്ന മുദ്ര എന്നാണ്. ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു പണ്ട്, അവളും ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെ. ദീപ്ത ഇപ്പോ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ പഠിക്കുന്നത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഞങ്ങൾക്ക് കലയെക്കാളും കായികമാണ് കൂടുതൽ. എന്നാലും അവിടുത്തെ കോളേജ് പരിപാടികളിലൊക്കെ അങ്ങനെ പങ്കെടുക്കാറൊക്കെ ഉണ്ട്. ശരി, അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. വളരെയധികം സന്തോഷം നമ്മുടെ വേദിയിൽ വന്ന് ഇത്രയും മനോഹരമായ പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് വരട്ടെ.